ഞാൻ വിനീതേട്ടനോട് പറഞ്ഞു, വിനീതേട്ടൻ അത്യാവശ്യം മിമിക്രിയൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ വിനീതേട്ടൻ നമുക്ക് ആനന്ദേന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്തതാ. അതെ അതെ, വിനീതേട്ടൻ സൂപ്പർ ഓക്കെ ആയിരുന്നു അതിനകത്ത്. നമുക്ക് നോക്കാം ആനന്ദേ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. വളരെ അവർക്കൊക്കെ നല്ല എനർജിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ എനർജി നമ്മളിലേക്കും കൂടി എത്തും. അവസാനത്തെ ഷോട്ടാണത് സിനിമയിൽ, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന അവസാനത്തെ ഇത് കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞു. പക്ഷെ അതിനൊരു പ്രശ്നമുള്ളത്, അന്ന് രാത്രി ഈ കോസ്റ്റ്യൂം എനിക്ക് നനഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ ഇല്ല. ആ ഷോട്ട് എടുത്തു കഴിഞ്ഞ് വർക്കായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഞാൻ കരഞ്ഞു പിന്നീട്. ഇതല്ലാതെ എനിക്ക് വേറൊരു പരിപാടി അറിയത്തുമില്ല. എൻ്റെ വർക്ക് ചില നേരത്ത് ഞാൻ ചെയ്ത വർക്ക് മറ്റൊരാളുടെ ഐഡന്റിറ്റിയിലേക്ക് അറിയപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി വിഷമം തോന്നും. ഒടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്. പ്രേതം ചെയ്ത സമയത്ത് ചിലർ പറഞ്ഞിട്ടുണ്ട്, അത് മറ്റൊരു മ്യൂസിക് ഡയറക്ടറുടെ പേരിൽ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞു, പുള്ളി അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്, കൊള്ളാമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രഗത്ഭരായ സംവിധായകരെയോ അല്ലെങ്കിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെയോ ചിലപ്പോൾ അവരുടെ മുഖം ആർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ റോഡിലിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പരസ്യ ബോർഡാണ്, ബിൽ ബോർഡാണ് ഫെർട്ടിലിറ്റി ക്ലിനിക്. ജനസാന്ദ്രത കൂടിയൊരു സംസ്ഥാനമാണ് നമ്മുടെ. ഇവിടെയാണ് നമ്മൾ ഇത്രയും ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നത്. അതിനകത്തൊരു ഐറണി ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ കാണുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ബേസിക്കലി ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് അവരുടെ തന്നെയാണ്. എനിക്ക് അതിനകത്ത് കമൻറ്റ് പറയാനുള്ള ഒരു അർഹതയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാരിരോ ആരാരിരോ ആരാണു നീ, എവിടാണു നീ, പൊന്മകളെ പൊന്മകനെ എന്നുള്ളിൽ വാ, അത്ഭുതമേ തേടുന്നു നിന്നെ. എല്ലാവർക്കും നമസ്കാരം. വിശേഷം എന്നൊരു ഒറ്റ സിനിമയിലൂടെ മലയാളി മനസ്സുകളിലേക്ക് പതിഞ്ഞ ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്. അതെ, നമ്മുടെ സ്വന്തം ആനന്ദേട്ടൻ, ഷിജു ഭക്തൻ. വെൽക്കം. കാരണം വിശേഷം എന്നൊരു സിനിമ കണ്ടു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, ഭയങ്കര രസം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ആഫ്റ്റർ എ ലോങ് ടൈം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലേക്ക് ഒരുപാട് എലമെൻറ്റ്സ്, മാരേജ്, ലവ്, അതിനുശേഷം വരുന്ന പ്രോബ്ലംസ്, അതിന് മുന്നേ വരുന്ന പ്രോബ്ലംസ്, ഇതെല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു സിനിമ. അതായിരുന്നു വിശേഷം. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ വിശേഷം കഴിഞ്ഞത് OTT-ലും റിലീസായിട്ടുണ്ട്. ഇപ്പം ആനന്ദേട്ടൻ എന്ത് തോന്നുന്നു? ആ ഒരു സിനിമ റിലീസായി ഒരുപാട് റെസ്പോൺസസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്ത് തോന്നുന്നു? ഒരു പ്രേക്ഷകനെ നമ്മൾ കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശ്രമമാണല്ലോ സിനിമ എഴുതുമ്പോഴും ഒക്കെ ഉണ്ടാവുന്നത്. അതിപ്പോൾ ഇതിലാണെങ്കിൽ എന്നെ സംബന്ധിച്ച് എഴുതുകയും പാട്ട് ചെയ്യുകയും അഭിനയിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ആവുകയും അത് അവരുടെ ജീവിതത്തിൽ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയ സന്തോഷം ഉള്ള കാര്യമാണ്. ആ സ്വാധീനം ചെലുത്തിയതിൻ്റെ ഒരുപാട് റിഫ്ലക്ഷൻസാണ് എനിക്ക് റെസ്പോൺസസ് ആയിട്ട് കിട്ടുന്നത്. ഒരുപാട് പേര് ഭയങ്കര അവരുടെ പേഴ്സണൽ ലെവലിലുള്ള, അവരുടെ ഇമോഷണലി ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് മെസ്സേജുകൾ എനിക്ക് ദിവസവും വരുന്നുണ്ട്. അത്രമേൽ അവർക്ക് തുറന്നു പറയാനുള്ള ഒരാളായി അവരെന്നെ കരുതുന്നു എന്നുള്ളതിൽ അതൊരു ഭാഗ്യമാണ്. എനിക്ക് തോന്നുന്നു സൊസൈറ്റി നിർമ്മിച്ച പല കാര്യങ്ങൾക്കും, പല ടേംസിനെയൊക്കെ ഇനിയൊരു ഉത്തരം, ഈ വിശേഷം എന്നൊരു വേർഡിന് പോലും ഇനിയൊരു ഉത്തരം ആ ഒരു സിനിമ അത്രയ്ക്ക് ഒരു പ്രേക്ഷകരിലേക്ക് ആ ഒരു രീതിയിൽ ഒരു ഉത്തരമായിട്ട് തന്നെയാണ് കൊടുത്തത്. ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വിശേഷം എന്നൊരു ഒറ്റ സിനിമയിലൂടെ മലയാളി മനസ്സുകളിലേക്ക് ഇപ്പം ആനന്ദേട്ടൻ്റെ രൂപമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു സിനിമകളുടെ ഒരു പാർട്ടായിരുന്നു. ഇപ്പം ലിറിസിസ്റ്റാണ്, കമ്പോസറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പം ആ ഒരു ജേണിയിൽ നിന്ന് പെട്ടെന്നൊരു മൊമെൻറ്റിൽ ഒരു ആക്ടറായിട്ട് വരുന്നു. പക്ഷെ നമുക്ക് ആ സിനിമ കണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നൊരു സിനിമയാണെന്ന് നമുക്ക് തോന്നിയതേ ഇല്ല. അപ്പം ആക്ടിങ്ങിലേക്ക് കടന്നപ്പോൾ അതായത് അത് ഏത് രീതിയിൽ, ഇപ്പം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാന്നൊക്കെ പറയുന്നത് പലരും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അത് ഡിഫിക്കൽട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെ. ഇപ്പം ആനന്ദേട്ടൻ സ്ക്രിപ്റ്റ് റൈറ്ററിൽ നിന്ന് മാറി ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയില്ല. അതായത് ക്യാമറയെ ഫേസ് ചെയ്യാനുള്ള അങ്ങനത്തെ ആശങ്കകളോ പേടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒരു 3 ദിവസത്തോളം, ആദ്യത്തെ ഒരു 3-4 ദിവസത്തോളം ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ആകുലത എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നിരുന്നു. ഞാനത് സെറ്റിൽ എല്ലാവരും ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. കാരണം ഒന്ന്, എൻ്റെ ഡയറക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണം. ഞാൻ എഴുതിയ കഥാപാത്രവും ആണ്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് വരണം. പിന്നെ സിനിമ എത്രയൊക്കെ നമ്മൾ നല്ല സിനിമ എന്നൊക്കെ പറഞ്ഞാലും സിനിമയ്ക്കൊരു കച്ചവടം എന്ന് പറഞ്ഞൊരു ബിസിനസ് സൈഡുണ്ട്. അപ്പോൾ ഇതെല്ലാം
ത്തിനുപരി എന്നിൽ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഈ കഥാപാത്രം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് അത് ശരിയാണോ എന്നുള്ളൊരു ആകുലത 3-4 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. ഈവൻ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഡയറക്ടറോട് പോയി പറഞ്ഞിട്ട് പോലുണ്ട്, ഇപ്പോൾ വലിയ കാശൊന്നും ചിലവായിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിർത്താം ഈ പരിപാടി ശരിയാവുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി എൻ്റെ ആനന്ദം ഒന്ന് പോയി നടന്നത് ഒക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അവർ തന്ന പ്രോത്സാഹനവും എൻ്റെ കോ ആക്ടേഴ്സ് ഇപ്പോൾ ചിന്നു ആണെങ്കിലും ബൈജു ചേട്ടനാണെങ്കിലും എല്ലാവരും അവരൊക്കെ തരുന്ന ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഐ സ്റ്റാർട്ടഡ് എൻജോയിങ് ദി പ്രോസസ് ഓഫ് ആക്ടിങ്. അപ്പോൾ അതൊരു വലിയ കാര്യമായിരുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, എല്ലാം മറന്ന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇത് എഴുതിയ സമയത്ത് ആരായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ആനന്ദേട്ടൻ്റെ? എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുമ്പോൾ ഒരിക്കലും ഒരു ആക്ടറെ കണ്ട് എഴുതാറില്ല. കാരണം വെച്ചാൽ അപ്പോൾ നമുക്ക് ലിമിറ്റായി പോകും. നമ്മൾ അവരെ മാത്രം ചിന്തിച്ച് അവരെന്ത് ഇതിനു മുമ്പ് ഏതൊക്കെ സിനിമ, അതാണല്ലോ നമ്മുടെ റെഫറൻസ്. അവർ ചെയ്ത കുറെ മാനറിസും ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഈ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് അങ്ങനെ അത് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ക്യാരക്ടറിന് വേണ്ട കാര്യങ്ങൾ എന്താണോ, ക്യാരക്ടറിൻ്റെ സ്വഭാവം, ക്യാരക്ടറിൻ്റെ മാനറിസം, അതെല്ലാം സ്ക്രീൻ പ്ലേയിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കും. എന്നിട്ട് ഈ കാര്യത്തിലേക്ക് ആരെ കൊണ്ടുവരാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത്തരത്തിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്ക്രീൻ പ്ലേ എഴുതിയപ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ കഥ ഇവിടുത്തെ ബേസിലടക്കമുള്ള പലരുടെയും മുമ്പിൽ പോയി കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ സൂര്യചേട്ടനാണ് എന്നോട് ചോദിച്ചത്, നമുക്കിത് ഇങ്ങനെ ചെയ്തുകൂടെ ആനന്ദേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ഷുവറായിരുന്നില്ല അത്രമേൽ. അപ്പോൾ ഈവൻ ബേസിലിനോട് കഥ പറഞ്ഞപ്പോഴും ബേസിലും അവസാനം കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ അങ്ങ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു ഫാക്ടറാണ്. നമ്മൾ ഒരിക്കലും ആദ്യമേ ഒരു നടനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നെ വരയ്ക്കും. കഥ എഴുതുക, കഥാപാത്രത്തെ എഴുതുക, അതിലേക്ക് ആരാണോ വരേണ്ടത് അവരെ കൊണ്ടുവരിക. അതുപോലെ തന്നെ കഥ എഴുതുന്ന രീതിയാണെങ്കിലും ഇപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ ഫസ്റ്റ് മൂവി, ആ മൂവിക്ക് ശേഷം രണ്ടാമത്തെ ഒരു സിനിമ വരുന്നു വിശേഷം. അപ്പോൾ ആദ്യം ഒരു ഹൊറർ ടച്ചുള്ള സിനിമയിൽ നിന്നും പിന്നീട് ഒരു ഫാമിലി ഗുഡ് അങ്ങനെ ഒരു സിനിമയിലേക്ക്. അപ്പം ഏതൊക്കെ രീതിയിലാണ് ആനന്ദേട്ടൻ ഇങ്ങനെ സ്ക്രിപ്റ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമകളെ പറ്റി ആലോചിക്കുമ്പോൾ ചിന്തിക്കാറുള്ളത്? അതായത് സത്യം പറഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്നത് വിശേഷമാണ്. അത് കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻകുട്ടി പോയി ചെയ്തത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് തുടങ്ങുന്നത് വിശേഷത്തിലാണ്. അപ്പോൾ അന്ന് കോവിഡ് ടൈമൊക്കെ ആയപ്പോൾ നമുക്ക് വിശേഷം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്ന അവസ്ഥകളായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്നേരം എന്താണ് ചെയ്യാൻ പറ്റുക, എന്ത് സിനിമയാണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ത്രെഡ് ഉണ്ട് എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കൃഷ്ണൻകുട്ടി കൊണ്ട് തുടങ്ങി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് നമുക്ക് വിശേഷം നമ്മുടെ കയ്യിൽ ഇരിക്കുവാണല്ലോ, ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഈ സബ്ജക്റ്റ് ഇന്നേ വരയ്ക്കും പറഞ്ഞിട്ടില്ല ഇവിടെ ഈ രീതിയിൽ. ഇപ്പോൾ നമ്മളിതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ഡിസ്കഷൻസിൽ പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന കാര്യം, ഞാൻ കണ്ടിന്യൂസ്ലി പിച്ച് ചെയ്യാറുണ്ട് ഈ കഥ പലരുടെ അടുത്തും, റാൻഡംലി സാധാരണക്കാരുടെ അടുത്തും സുഹൃത്തുക്കളുടെ അടുത്തും ഒക്കെ പിച്ച് ചെയ്യും. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് റെസ്പോൺസ് കിട്ടും, വർക്ക് ആവുന്നുണ്ടോ വർക്ക് ആവാത്തതുണ്ടോ എന്നൊക്കെ. അപ്പം ചിലരൊക്കെ ആദ്യകാലത്ത് വിക്കി ഡോണർ പോലൊരു സിനിമ അല്ലെങ്കിൽ മിമി പോലൊരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, അതിനൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ്, ഇപ്പോൾ വിക്കി ഡോണർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഡോണറാണ്, സ്പേം ഡോണർ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. മിമിയിലൊരു സറോഗേറ്റ് മദറാണ് വന്നേക്കുന്നത്. ഇവരെ ഒന്നും സാധാരണ ജനം കാണാറില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് ഇവിടെ പോയി നോക്കി ആരാ സ്പേം ഡോണർ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല ആരാന്നുള്ളത്. സറോഗേറ്റ് മദറൊന്നും നമ്മൾ അത്രയധികം കാണുന്നില്ല, സാധാരണക്കാരിലേക്ക് അതൊന്നും അത്രയധികം എത്തിയിട്ടില്ല. മറിച്ച് ഈ ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോകുന്ന സാധാരണക്കാരായ ജനമാണ്. ഒരു ഭാര്യയും ഭർത്താവും. അത് സാമ്പത്തികമായിട്ടും ഇമോഷണലായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ സ്ട്രെയിൻ വരുന്നൊരു കാര്യമാണ്. അതിനെ പ്രതി ഒരു കഥ പറഞ്ഞിട്ടില്ല ആരും എന്നുള്ളത് കൊണ്ടാണ് അത് വീണ്ടും പറയണം എന്ന് കൃത്യമായി തോന്നിയതും അത് തന്നെ ചെയ്യാം അടുത്തതെന്ന് പറഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ ഒരു കഥയുടെ ത്രെഡ് ഫാമിലിയിൽ നിന്നാണ്, എങ്ങനെയാണ് ഈ ഒരു കഥയുടെ ത്രെഡ് കിട്ടുന്നത്? ഇത് ഞാൻ ഫെർട്ടിലിറ്റി ക്ലിനിക്കിലൊക്കെ പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ശ്രദ്ധിച്ചിരുന്ന കാര്യം, ഇത് കൂടാതെ തന്നെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയുടെ കൂടെയൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ പോയ സമയത്ത് ഈ ഭയങ്കര ഒരു അതായത് ഭയങ്കര ഓടായിട്ട് തോന്നും. അതായത് ചുറ്റും ഗർഭിണികൾ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പ്രായമായി, വേറെ കുറേ കാര്യങ്ങളൊക്കെ പോയേ. അപ്പോൾ ഈ ചുറ്റും ഗർഭിണികൾ ഇരുന്ന് അവർ ചിലരുടെ കൂടെ ഭർത്താക്കന്മാരുണ്ടാവില്ല, അപ്പോൾ അവരെ ആകുന്നുണ്ടാവും, ഇങ്ങനത്തെ കുറേ കമൻറ്റുകൾ കേൾക്കാം. അപ്പോൾ ഭയങ്കര രസം തോന്നാറുണ്ട്. ഒരു വീടിനകത്തെ പൊളിറ്റിക്സ് ആണത്.
ഭയങ്കര രസമുള്ള, അയാൾ വന്നില്ല ഇന്ന്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്നേക്കാം. അത് കഴിഞ്ഞ് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റോട്ടിൽ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പരസ്യ ബോർഡാണ്, ബിൽ ബോർഡാണ് ഫെർട്ടിലിറ്റി ക്ലിനിക്. ഇപ്പൊ കൂടുതലായും ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഐറണി തോന്നിയത്, ജനസാന്ദ്രത കൂടിയൊരു സംസ്ഥാനമാണ് നമ്മുടെ. കുറച്ച് സ്ഥലത്ത് ഒരുപാട് ജനങ്ങൾ, പറഞ്ഞു വളരെയധികം എന്താ പറയുക, ജനത്തൊക്കെ കൂടിയ ഒരു രാഷ്ട്രമാണ് നമ്മുടെ. ഇവിടെയാണ് നമ്മൾ ഇത്രയും ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നത്. അതിനകത്തൊരു ഐറണി ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ട് ഇതൊരു വിഷയമാണ്, ഇതിവിടെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്, അതിൽ കൂടി പോയവരുടെ ഇമോഷണൽ കാര്യങ്ങൾ പറയേണ്ടതാണെന്നൊക്കെ ഉള്ളൊരു തോന്നൽ എനിക്കുണ്ടായത്. അങ്ങനെയാണ്. അതുപോലെ തന്നെ കുട്ടികളുണ്ടാവാനും പ്രായപരിധി, അല്ലെങ്കിൽ കല്യാണത്തിന് ഈ ഒരു പ്രായം, ഇപ്പം എനിക്ക് തോന്നുന്നു ഫാമിലിയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ സൊസൈറ്റി തന്നെ ഇന്ന പ്രായത്തിൽ കല്യാണം കഴിക്കണം പെൺകുട്ടികൾ, ഇന്ന പ്രായത്തിൽ കുട്ടികൾ ഉണ്ടാവണം, അവർ തന്നെ ജഡ്ജ് ചെയ്ത് അവർ തന്നെ ഒരു ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന പോലെ ആ ഒരു കോൺസെപ്റ്റ് പോലെ തന്നെയാണ് ഇതൊക്കെ പ്രോസസ്സ് ഇങ്ങനെ നടക്കണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇതിനെ എങ്ങനെയാണ് ആനന്ദേട്ടൻ ഈ ഒരു? അല്ല, ഇതൊക്കെ ഞാൻ കാണുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ബേസിക്കലി ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ തനിക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. ഇതിനകത്ത് ആരെയും ബുദ്ധിമുട്ടിക്കരുത്, മറ്റാരെയും ബുദ്ധിമുട്ടിക്കരുത്, മറ്റാരെയും വേദനിപ്പിക്കരുത്. ഇതാണ് ബേസിക് റൂൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ചോയ്സസ് ആണല്ലോ. നമ്മൾ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കൂട്ടാളി വേണോ, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടേ, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രീ കണ്ടീഷൻഡ് ആയിട്ട് ഇങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളൊരു സ്റ്റേജ് ഓഫ് ലിവിങ് ഉണ്ടായിരുന്നു നമുക്ക്. നമ്മളത് മാറി വരികയാണ് ഇപ്പോൾ. മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആവണമെന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊരു എവല്യൂഷനാണ്, ഒരു പരിണാമം സംഭവിക്കുന്നുണ്ട്. അതൊരു കൾച്ചറലി ഒക്കെ ഉണ്ടാകുന്ന മാറ്റമാണ്. മാറ്റം എന്നുള്ളതിനെ അംഗീകരിക്കുക, അതിലെ പ്രശ്നങ്ങളെ തിരുത്തുക, അല്ലാതെ ഇതെല്ലാം കുഴപ്പമാണെന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് എനിക്കില്ല. അതുപോലെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ മാറ്റത്തെ അംഗീകരിച്ച്, ഇപ്പം എനിക്ക് തോന്നുന്നു ആനന്ദേട്ടൻ്റെ ഒരു ലൈഫാണെങ്കിലും ചേഞ്ചിനെ എപ്പോഴും, ഇപ്പം ചേഞ്ച് പെയിൻഫുൾ ആണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ, ആ ഒരു ഇപ്പം സിനിമ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിലും ചേട്ടൻ പണ്ട് തൊട്ടേ വന്നൊരു അത്, ഇപ്പം ഒരുപാട് പേര് കംഫർട്ട് സോണിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര, ഇപ്പം സെക്കൻഡ് മാരേജിനെ പറ്റി ആലോചിക്കാനാണെങ്കിലും ഒരുപാട് പേർക്ക് ഇപ്പോഴും ഒരു ഫിയർ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്താണ് ചേട്ടന് പറയാനുള്ളത്? എനിക്ക് അവരോടൊന്നും ഞാൻ പറയുക എന്ന് പറയുന്നത് പോലും ശരിയാണോ എന്നറിയില്ല. കാരണം ഞാൻ ഈ പറയുന്നത് ഒരു പൊതു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് അവരുടെ തന്നെയാണ്. എനിക്ക് അതിനകത്ത് കമന്റ് പറയാനുള്ള ഒരു അർഹതയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ ആളുടെയും വിഷമം എന്ന് പറയുന്നത്, സങ്കടം എന്ന് പറയുന്നത് അവരുടെ പേഴ്സണലല്ല. എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യപ്പെടും. അതാണ് അതിൻ്റെ ഇത്. ഇപ്പോൾ ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ തന്നെ ഭയങ്കര രസകരമായ ഒരു കാര്യമുള്ളത്, ഒരു സ്ഥലത്ത് പോയി നടക്കുന്നില്ല, കുഞ്ഞുണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഉടനെ മറ്റൊരാൾ പറയും, ഓ മറ്റോടത്തും ഉണ്ടായി കേട്ടോ, ആ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ. ചിലപ്പോൾ ഈ പ്രശ്നമുള്ള ആളായിരിക്കില്ല അവിടെ പോയിട്ടുണ്ടാവുക. ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ വ്യക്തിയുടെ ജീവിതവും വേറെ വേറെയാണ്. അപ്പോൾ അതിൽ പൊതുവായിട്ട് കമൻറ്റ് പറയാം എന്നുള്ളതല്ലാതെ എനിക്ക് ആകെ പറയാനുള്ളത്, ഒരിക്കലും ജീവിതത്തിൽ സ്റ്റക്കായി പോകരുത്. സ്റ്റക്ക് ആവാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അവിടെ സ്റ്റക്കായി പോകുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ, അതായത് ഞാനൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എന്നോട് നന്നായി സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാരണം പലപ്പോഴും അത് മറന്നു പോകും. നമ്മളിപ്പോൾ ഏത് കണ്ടീഷനിലാണ് ഉള്ളത്, നമ്മുടെ അവസ്ഥ എന്താ, നമ്മൾ ഓക്കെ ആണോ എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിച്ച് നമ്മളൊന്ന് നമ്മളെ തന്നെ റെജുവിനേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അല്ലാതെ മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതം ഒരു അവസരമാണ്. അവസരത്തെ കൃത്യമായിട്ട് സന്തോഷമായിട്ട് ഉപയോഗിക്കേണ്ടതാണെന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ഇപ്പം സിനിമാ ജീവിതം നോക്കുകയാണെങ്കിലും രഞ്ജിത്ത് ശങ്കർ എന്ന ഒരു ഡയറക്ടർ ലൈഫിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമ മുതൽ ഇപ്പം മോളി ആൻഡ് റോക്സ്, അതിനുശേഷം പ്രേതം, പുണ്യനഗരപതി, ഒരു നിങ്ങളുടെ ആ ഒരു സൗഹൃദം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം രഞ്ജിത്ത് സാറിന്റെ സിനിമകളുടെ എല്ലാം പാർട്ടായിട്ടുണ്ട് ആനന്ദേട്ടൻ. അപ്പൊ നിങ്ങളുടെ സൗഹൃദം എങ്ങനെയാണ്? ഞാൻ സൗഹൃദം എന്നുള്ളതിനെക്കാട്ടും ഉപരി ഞാൻ സാറിനെ വിളിക്കുക, രഞ്ജിത്ത് സാറിനെ വിളിക്കുക. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ കരിയർ തുടങ്ങുന്ന സമയത്ത് ആദ്യമായി എനിക്കൊരു സ്പേസ്, അവസരം തന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹം തമ്മിലെന്ന് വെച്ചാൽ നിരന്തരമായി സിനിമകൾ ചർച്ച ചെയ്യും നമ്മൾ. അങ്ങനത്തെ കുറേ എനിക്കത് കുറേ ഒരു എന്താ പറയുക പഠിക്കാനുള്ള അവസരമായിരുന്നു അത്തരം കാര്യങ്ങൾ.
ഒരുപാട് വലിയ സിനിമകൾ, അതായത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വളരെ എടുത്തു പറയാവുന്ന എൻ്റെ കരിയറിലെ നല്ല സിനിമകൾ കുറേ എനിക്ക് അവരോടൊപ്പം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ജയേട്ടൻ്റെ ഒപ്പവും രഞ്ജിത്ത് സാറിൻ്റെ ഒപ്പമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടീം വർക്ക് ഞങ്ങൾ നന്നായിട്ട് പോയതും ആ സിനിമകളൊക്കെ നന്നായി വന്നതും അത് നല്ലൊരു പിന്നെയും പിന്നെയും മുന്നോട്ട് ചെയ്യാനുള്ളൊരു എന്താ പറയുക, നമുക്കൊരു ഊർജം തന്ന കാര്യമായിരുന്നു അന്ന്. രഞ്ജിത്ത് സാർ വിശേഷം കണ്ടിട്ട് എന്താണ് ആക്ടിങ് കണ്ടിട്ട് പറഞ്ഞത്? ഇല്ല, രഞ്ജിത്ത് സാറ് വിശേഷം കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞൊന്നുമില്ല. ഞാൻ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയേറ്ററിന്റെ സമയത്ത്. ഞാൻ കണ്ടോളാടാ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എനിക്ക് കണ്ടോന്ന് സത്യം പറഞ്ഞറിയാം. ഞാൻ ഒരുപാടായി വിളിച്ചിട്ട്. ഓക്കെ, ഇപ്പൊ പാട്ടുകളിലേക്ക് വരികയാണെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു വിശേഷം ഇറങ്ങിയതിനു ശേഷമായിരിക്കും പൊടിമീശ മുളയ്ക്കണ കാലത്തിന്റെ ലിറിസിസ്റ്റ് അല്ല, ലിറിസിസ്റ്റ് അല്ല, ഞാൻ മ്യൂസിക് കമ്പോസർ. പൊടിമീശ മുളയ്ക്കണ കാലത്തിന്റെ മ്യൂസിക് കമ്പോസർ ആനന്ദേട്ടനാണെന്ന് അറിയുന്നത്. അപ്പം നമ്മളൊക്കെ ചേട്ടൻ ആയിരുന്നോന്നൊക്കെ ആ ഒരു ഞെട്ടൽ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു പല പാട്ടുകളും ഇതുപോലെ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അറിയപ്പെടാതെ പോയിട്ടുണ്ട്. അപ്പം അതിനെ ആ ഒരു സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? കാരണം മ്യൂസിക് ഇപ്പോൾ പൊടിമീശയൊക്കെയാണ് നല്ല രീതിയിൽ ഹിറ്റായിരുന്നു, അപ്പം അറിയപ്പെടാതെ പോയി എന്നൊരു തോന്നലുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഇന്നിപ്പോൾ എന്നെ അറിയുന്നത് ഞാനൊരു നടനായതുകൊണ്ടാണ്. എൻ്റെ മുഖം 4 സ്ഥലത്ത് കാണുന്നത് കൊണ്ടാണ്. ഇവിടുത്തെ പ്രഗത്ഭരായ സംവിധായകരെയോ അല്ലെങ്കിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെയോ ചിലപ്പോൾ അവരുടെ മുഖം ആർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് എനിക്ക് പരാതികളൊന്നും തോന്നിയിട്ടില്ല ആ കാര്യത്തിൽ. പരാതികളെക്കാട്ട് ചില നേരത്ത് തോന്നുന്നത് ഇതാണ്, എൻ്റെ വർക്ക് ചില നേരത്ത് ഞാൻ ചെയ്ത വർക്ക് മറ്റൊരാളുടെ ഐഡന്റിറ്റിയിലേക്ക് അറിയപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി വിഷമം തോന്നും. കാരണം നമ്മൾ ചെയ്ത വർക്കാണ്. അങ്ങനെ ഏതെങ്കിലും വർക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് അങ്ങനെയല്ല, ഒരു പരാമർശങ്ങളായിരിക്കും, ആളുകൾക്ക് അറിയില്ല. ഇപ്പോൾ പ്രേതം ചെയ്ത സമയത്ത് ചിലർ പറഞ്ഞിട്ടുണ്ട്, അത് മറ്റൊരു മ്യൂസിക് ഡയറക്ടറുടെ പേരിൽ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, പുള്ളി അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്, കൊള്ളാമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അറിയില്ല, അവരന്വേഷിക്കുന്നില്ല. ഒരു വർക്ക് നന്നായിട്ടുണ്ടെന്ന് തോന്നിയാൽ അത് ആരാ ചെയ്തേന്നുള്ളത് നോക്കില്ലേ, അത് സംഭവിക്കാറില്ല പലപ്പോഴും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഐഡന്റിറ്റിയുടെ ഒരു ഇഷ്യൂ വരുന്നത്. അല്ലാതെ മുഖം കണ്ടില്ല എന്നോ അറിഞ്ഞില്ല എന്നുള്ള തോന്നലൊന്നും എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ വർക്കുകൾ അറിയുക എന്നുള്ളതാണ് എനിക്ക് എന്നും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം വിനീതേട്ടനെ കൊണ്ടൊരു ഫീമെയിൽ വോയിസിൽ പാട്ട് പഠിപ്പിച്ചൊരു പാട്ടും ഉണ്ടായിരുന്നു. അപ്പം അതെങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ഇങ്ങനെ തന്നെ ചെയ്യണം? അത് രഞ്ജിത്ത് സാറിന്റെ ഐഡിയ ആയിരുന്നു. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ വിനീതേട്ടനോട് പറഞ്ഞു. വിനീതേട്ടൻ അത്യാവശ്യം മിമിക്രിയൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ വിനീതേട്ടൻ നോക്കാറെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതാ. അതൊരു അതെ, ഒരുത്തിക്ക് പിന്നിൽ പണ്ട് നടന്നിട്ട് തേഞ്ഞുപോയ ചെരുപ്പിരുന്നുറങ്ങുന്ന വഴിബാക്കി, റഫീഖ് സാറിന്റെ വരികളാണ്, റഫീഖ് അഹമ്മദിന്റെ. അപ്പം അതങ്ങനൊരു ഫൺ പാക്കേജ് ആയിട്ട് നമ്മൾ ആലോചിച്ച പാട്ടാണ്. കാരണം പ്രേതത്തിനകത്തുള്ള പാട്ടായതുകൊണ്ടും അതങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കാം, അതിനൊരു സാധ്യതയുണ്ടെന്ന് തോന്നിയിട്ട് ചില നേരത്തെ പട്ടുകളാണ് ഇതൊക്കെ. അല്ല, അന്ന് ആ സമയത്ത് എങ്ങനെയായിരുന്നു വിനീതേട്ടൻ? വിനീതേട്ടൻ സൂപ്പർ ഓക്കെ ആയിരുന്നു. അതിനകത്ത് നമുക്ക് നോക്കാനെന്തേ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. വളരെ അവർക്കൊക്കെ നല്ല എനർജി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ആ എനർജി നമ്മളിലേക്കും കൂടി എത്തും. ഇപ്പൊ ആനന്ദേട്ടന്റെ വോയിസിൽ തന്നെ നമുക്ക് ആ പൊടിമീശ മുളയ്ക്കണ കാലം ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് ചെറുതായിട്ട്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്തു കൊതിച്ചാണ്, അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീലക്കണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. അതെ, ആ ഒരു വോയിസ് തന്നെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു ഇപ്പം ആനന്ദേട്ടൻ്റെ സോങ്ങുകൾ എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായ ലിറിക്സ് ആണ്, പക്ഷേ അത്രമാത്രം ഫീൽ. എനിക്ക് തോന്നുന്നു ഇപ്പം വിശേഷത്തിലാണെങ്കിലും ലിറിക്സ് അത്ഭുതമേ എന്ന് പറഞ്ഞൊരു പാട്ട്, ആ ഒരു പാട്ട് ആ സിനിമയിൽ കൊടുത്ത ഇമ്പാക്റ്റ്, അത് കണ്ടിരുന്നപ്പോൾ ആ സിനിമയിൽ ത്രൂ ഔട്ട് എന്താണോ പറയാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു കോർ ആ പാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് എത്ര നേരം കൊണ്ടാണ് ആ പാട്ട് എഴുതി തീർത്തത്? അല്ല എങ്ങനെയായിരുന്നു? ഞാൻ ഈ വിശേഷത്തിലെ എല്ലാ പാട്ടുകളും ചെയ്യുന്നത് എൻ്റെ കാർ ഓടിക്കുമ്പോഴാണ് ആക്ച്വലി. അതായത് ഞാൻ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ ഓൾറെഡി സ്ക്രീൻ പ്ലേ ഏകദേശം ലോക്കായി എല്ലാം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പാട്ടുകൾ എനിക്കറിയാം, 4 പാട്ടുകൾ ഈ പടത്തിനകത്തുണ്ട്, ഞാൻ ചെയ്യേണ്ടതാണ് എന്നൊക്കെയുള്ള ഒരു ബോധമുള്ളതുകൊണ്ട് എനിക്ക് സമയമില്ല, ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സമയമൊന്നും പലപ്പോഴും കിട്ടണില്ല. അപ്പം ഞാൻ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതാണ് ചിന്തിക്കുന്നത് ഫുള്ള്, എന്താവും അങ്ങനെ ആവും എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇത്തവണത്തെ എല്ലാ പാട്ടുകളും വന്നത് വരികളും
ട്യൂണൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. കാരണം നമ്മൾ തന്നെയാണ് രണ്ടും ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടാണത്. അപ്പോൾ അത്ഭുതമേ എന്നുള്ള പാട്ടിലൊക്കെ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഡയലോഗുണ്ട്, കുഞ്ഞൊരു അത്ഭുതമാണെന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. അപ്പോൾ ആ ഡയലോഗ് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങുന്ന സോങ്ങാണ്. അപ്പോൾ അത് തന്നെയാണ് ആപ്റ്റ് വേർഡ് അതിനകത്ത്. പിന്നെ ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളിലൂടെ പോകുന്ന ആളുകളിലേക്ക് ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അവരുടെ ഇമോഷനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് ആ പാട്ടിൽ കൂടി നമ്മൾ ആലോചിച്ചത്. അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ, കാരണം ഈ അത്ഭുതം ആണെന്ന് പറയുന്ന സമയത്തും നമുക്കൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു സീനുണ്ട്. അതായത് ഇപ്പം ആ ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ആനന്ദേട്ടൻ നിന്നിട്ട് മിററിൻ്റെ അവിടെ നിന്നിട്ട് പല ഇമോഷൻസ്, പല തോട്ട്സ് മൈൻഡിലൂടെ പോകുന്നുണ്ട്. ആ സമയത്ത് നേരെ നോക്കി നിൽക്കുന്ന ഒരു സീന്. അപ്പം ആ സമയത്ത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്, ആ സമയത്ത് എന്താണ് ആലോചിച്ചിട്ടാണ് ആ ഒരു സീൻ ചെയ്തത്? അല്ല, അത് ആലോചിക്കുന്നത് ഞാൻ തന്നെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളതുണ്ട്. എനിക്കറിയാം ഇവിടെ ഈ വോയിസ് വരും, വോയിസ് ഓവർ വരും, ഇന്ന കാര്യങ്ങൾ വരും. ഇയാളുടെ തോട്ട് പ്രോസസ്സാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായിരിക്കണം അയാളുടെ ഇമോഷൻ. അപ്പം ആ നോട്ടം മാറിയൊരു അവസാനത്തെ ഒരു ചിരിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ തോട്ടിൽ കൂടിയൊക്കെ പോയി പലരും പലതും പറഞ്ഞതിൻ്റെ ഒരു വിഴുപ്പലക്കലുകൾ നടന്നിട്ട് അവസാനം തൻ്റെ ഭാര്യ സജിത പറയുന്ന നിങ്ങളൊരു ഹീറോ ആണ്, സൂപ്പർ ഹീറോ ആണ് എന്ന് പറയുന്നതാണ് അയാളുടെ ഏറ്റവും വലിയ കാര്യം ജീവിതത്തിലെ. എന്നെ വിശ്വസിക്കുന്ന ഒരാൾ എൻ്റെ ഒപ്പം ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് അയാൾ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് അത്. അപ്പോൾ അതൊരു ചിരിയിലൂടെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അത് എഫക്റ്റീവായിട്ടുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ തോട്ട് പ്രോസസ്സ്. അതുപോലെ തന്നെ ആ ഒരു സീൻ പോലെ തന്നെ ആയിരുന്നു ഇപ്പം സൊസൈറ്റി ആണെങ്കിലും, ഇപ്പം ചിന്നുൻ്റെ റോളിലാണെങ്കിലും ഒരുപാട് ഇമോഷൻസ് വരുന്നുണ്ട്. ഇപ്പം കരയാം, അങ്ങനെ ഒരുപാട്. പക്ഷേ ആനന്ദേട്ടനെ സംബന്ധിച്ചുള്ള സൊസൈറ്റി ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികൾ കരയരുത്, അല്ലെങ്കിൽ ആണുങ്ങൾ കരയരുത് എന്നൊക്കെ, അങ്ങനെ ഒരു പാട്രിയാർക്കൽ നോംസ് ഒക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മാറിയിട്ട് ആ എത്ര പിടിച്ചു വെച്ച ആ ഒരു സങ്കടം, ആ ഒരു കൃഷിത്തോട്ടത്തിൽ പോയിട്ട് കരയുന്ന ഒരു സീന്. അപ്പം ആ ഒരു സീനും എനിക്ക് തോന്നുന്നു ഈ സിനിമയെ നോക്കുകയാണെങ്കിൽ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഇതാ ഫ്യൂച്ചറിലേക്ക് പോകുന്ന ഒരാൾ, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ഫിയർ, ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കല്യാണം കഴിഞ്ഞ് ഇതൊന്നും അനുഭവിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഒരു ഹ്യൂമർ എലമെന്റ് ഉള്ളൊരു മൂവി. എന്നാൽ ഇതിലൂടെ ഒക്കെ പോയ ഒരാളെ സംബന്ധിച്ച് കരയാണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു സിനിമ തന്നെ ആയിരിക്കും. അപ്പം ഈ ഒരു സീൻ ചെയ്തപ്പോഴാണെങ്കിലും ചേട്ടൻ എങ്ങനെയായിരുന്നു ഈ കരയുന്നൊരു സീൻ? ഈ കരയുന്ന സീനിന് ഒരുപാട് ഇതുണ്ടായിരുന്നു. അതായത് ഒന്നാമത് അത് 2 സ്ഥലത്താണ് ഷൂട്ട് ചെയ്യുന്നത്, 2 സമയങ്ങളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് ചിന്നുവിൻ്റെ അടുത്ത് ഞാൻ വന്നിരുന്ന് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അയാൾക്ക് അവിടെ വെച്ച് കരയാൻ പറ്റില്ല, ഭാര്യ ഇമോഷണലായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോറ് തട്ടി മാറ്റിയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന സീൻ വേറെ സ്ഥലത്ത് വേറെ ദിവസം ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആ ഷൂട്ട് ചെയ്തത് ഏറ്റവും അവസാനത്തെ ദിവസത്തെ ഷൂട്ടാണ് അത്. അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം മഴയുണ്ട്, രാത്രിയാണ്. അപ്പോൾ അന്ന് ഞാൻ അവസാനത്തെ ഷോട്ടാണത് സിനിമയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന അവസാനത്തെ ഇത് കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞു. പക്ഷെ അതിനൊരു പ്രശ്നമുള്ളത്, അന്ന് രാത്രി ഈ കോസ്റ്റ്യൂം എനിക്ക് നനഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ ഇല്ല. അപ്പോൾ ഒറ്റ ടേക്കിൽ ഞാനത് ഓക്കെ ആക്കണം. ഞാൻ ആക്കിയാൽ മാത്രം പോരാ, ഈ റെയിൻ കറക്റ്റ് ടൈമിൽ വരണം. ക്യാമറ എന്നെ ഫോളോ ചെയ്ത് ക്രെയിനിൽ കയറി അത് മുകളിലേക്ക് പോയി, ഇതിൻ്റെയൊക്കെ ടൈമിങ് കറക്റ്റായിരിക്കണം. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഞങ്ങളുടെ വിശേഷത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേ മനസ്സോടുകൂടി ഒറ്റ ഇതിൽ വന്നു നിന്ന് ഷോട്ടായിരുന്നു അത്. ഒറ്റ കാരണം അവിടെ മണ്ണ് അതുപോലെ പുതുമണ്ണാണ്, അത് നനയാൻ പാടില്ല. നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ചെളിയായിട്ട് പിന്നെ കാണുള്ളൂ, അത് വർക്കാവില്ല. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഒറ്റ ടേക്കിൽ ഇത് ഓക്കെ ആക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് നേരം ഇമോഷണലി ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഡെലിവർ ചെയ്ത സീക്വൻസാണത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എല്ലാം ഷൂട്ട് കഴിഞ്ഞു, നമ്മൾ ആ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് വർക്കായി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഞാൻ കരഞ്ഞു പിന്നീട്. കാരണം വെച്ചാൽ അത്രമേൽ എനിക്കത് ഭയങ്കര ഇമോഷണലായിട്ട് വന്നൊരു മൊമെൻ്റാണ് ഒരു സിനിമയെ സംബന്ധിച്ച്. അതൊരു സിനിമ എഴുതിയ ആളെന്നുള്ള രീതിയിലും അഭിനയിക്കുന്ന ആളെന്നുള്ള രീതിയിലും തോന്നിയ ഇമോഷനാണ്. കാരണം ഇത്ര പേർ ഞാനത് വർക്ക് ചെയ്യാൻ നേരത്തേക്ക് കറക്റ്റായിട്ട് എനിക്ക് വേണ്ടി അവരെല്ലാം ഒരൊറ്റ
സിങ്കിലേക്ക് വന്നു. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എനർജി അത് വർക്കായിട്ടുണ്ട്. ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോട്ടും ഇതിപ്പോ ഫസ്റ്റ് ഒറ്റ ടേക്കിൽ എടുത്താണെന്ന് ഇപ്പോഴാണ് ഞാൻ അതെ അറിയുന്നത്. അതെ അപ്പൊ അതോടെ കേട്ടപ്പോഴത്തേനും ആനന്ദേട്ടനൊക്കെ നേരത്തെ സിനിമയിൽ എത്തേണ്ടതായിരുന്നു എന്നൊരു തോട്ട് വരുന്നത്. കാരണം അത്ര ഗംഭീരമായിട്ട് ആ ഒരു സിനിമയിൽ അത് എനിക്ക് പേഴ്സണലി ആ ഒരു ഷോട്ട് അത്ര ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. താങ്ക് യു. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ ചോദിക്കുകയാണ്, ഇപ്പം ആനന്ദേട്ടനെ സംബന്ധിച്ച് ഇപ്പം സ്ക്രീൻ റൈറ്റർ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മ്യൂസിക് കമ്പോസർ, അതൊക്കെ ഇപ്പം ഇതിലേതായിരിക്കും, ഇപ്പോൾ ആക്ടറായി ഏതായിരിക്കും ഡിഫിക്കൽട്ടായിട്ട് ആനന്ദേട്ടന് തോന്നുന്നത്? ഏത് ചെയ്യാനാണ് ഡിഫിക്കൽട്ട്? ഇല്ല, അങ്ങനെ ഡിഫിക്കൽട്ട് എന്നുള്ളൊരു ഭാഗമില്ല. കാരണം ഇതെല്ലാം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ നമുക്ക് മുമ്പിലേക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ തന്നെയും ഇഷ്ടത്തോടു കൂടി ചെയ്ത് കഴിയുമ്പോൾ അത് വലിയൊരു കഷ്ടപ്പാടായി മാറില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സിനിമ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യം. ഇതല്ലാതെ എനിക്ക് വേറൊരു പരിപാടി അറിയത്തുമില്ല. അപ്പോൾ അതിലെന്ത് പണി വന്നാലും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇഷ്ടത്തോടു കൂടി. എനിക്ക് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കില്ല. ഇപ്പോൾ എഡിറ്റിങ് എനിക്ക് പറ്റില്ല ചെയ്യാൻ. അപ്പോൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ സ്വയം കൺവിൻസ്ഡ് ആണെങ്കിൽ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിലേ വിശ്വസിക്കുന്നുള്ളൂ. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമ തുടങ്ങിയ സമയത്ത് തന്നെ ഷിജു ഭക്തൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് വരുന്നു, പക്ഷേ യാതൊരു മോട്ടിവേഷനും ലൈഫിൽ ഇല്ലാത്ത ഒരാളായിട്ട് വരുന്നു. അപ്പം കുട്ടിക്കാലം തൊട്ട് ഇപ്പം ഈ ഒരു ജേർണി ഇപ്പം നോക്കുകയാണെങ്കിൽ, ഇപ്പം ആനന്ദേട്ടൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ ലൈഫിൽ എങ്ങനെയൊക്കെ ആയിരുന്നു? സ്വയം മോട്ടിവേറ്റഡ് ആയി വന്നതാണോ, എങ്ങനെയാണ്? ഒരു പരിധി വരെ ആ രീതി പറയാം. കാരണം നമുക്ക് ഈ നേരത്തെ ഞാൻ മറ്റൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ പോലെ നമ്മൾ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും സ്റ്റക്കായി പോകും. പേഴ്സണലായിരിക്കാം, പ്രൊഫഷണലായിരിക്കാം, എന്തും തന്നെ ആയിരിക്കാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഒരു അവസരമാണ് എനിക്ക് കിട്ടിയ. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് എനിക്ക് വലിയൊരു അവസരമാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനതിനെ അങ്ങനെ എടുക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇല്ല എന്ന് പറയുന്ന കാര്യത്തിൻ്റെ 100,000 ബാധ്യതകളുടെ ലിസ്റ്റ് എനിക്കില്ല, ഇതില്ല, എനിക്കത് കിട്ടിയില്ല എന്ന് പറയുന്നതിൻ്റെ ലിസ്റ്റ് എടുത്ത് തുറന്നു നോക്കുന്നേക്കാളും നല്ലതായിരിക്കും ഒരു പക്ഷെ അതിലേറെ കാര്യങ്ങളുണ്ടാവും നമുക്ക് കിട്ടിയ കാര്യങ്ങൾ. ആ കിട്ടിയ കാര്യങ്ങൾ നോക്കി പോവാനാണ് ഞാൻ നിൽക്കുന്നത്. അതിലേക്ക് എത്താൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ പോയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ തന്നെ തുടങ്ങുന്നത്. ഇത് ഒരു ദിവസത്തെ ചിന്തയല്ല കേട്ടോ ഞാൻ ഈ പറയുന്നതൊന്നും. നമ്മൾ പോയ വഴിയിലൂടെ ഇപ്പം ഞാൻ എത്തി നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിന് നന്ദിയുള്ളവനാണ്, ഭാഗ്യമുള്ളവനാണ്. അപ്പോൾ അതാണ് എൻ്റെ കൈ മുതലായിട്ടുള്ളത്. ഞാൻ സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ മൂവ് ഓൺ ചെയ്യുക. ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തി ആരായിരിക്കും? ഒരുപക്ഷെ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും. അച്ഛനും അമ്മയും അവർ എല്ലാ രീതിയിലും നല്ല രീതിയിലും ഇപ്പോൾ നമ്മളൊരു വീടിനകത്ത് കാണുമ്പോൾ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നതും കാണും, അച്ഛനും അമ്മയും വഴക്കിടുന്നതും കാണും. അതിലേറെ എനിക്ക് തോന്നുന്നു ഒരു വീടൊരു ശരിക്കും ഒരു രാജ്യം പോലെയാണ്. രാജ്യത്തിൻ്റെ ഒരു ചുരുക്കമാണെന്ന് തോന്നാറുണ്ട് എനിക്ക്. അതിനകത്ത് എല്ലാ രാഷ്ട്രീയവും ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു വീടിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്താൽ നാടെന്താന്ന് തിരിച്ചറിയാൻ പറ്റും തോന്നാറുണ്ട്. ഇനി ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇനി മനസ്സിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ട്? ഈ കാര്യം ചെയ്യണം എന്ന് ആനന്ദേട്ടന് തോന്നുന്നൊരു കാര്യം? എനിക്ക് തോന്നുന്നൊരു കാര്യം എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട്. അത് അധികം വൈകാതെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതിനെ എന്നെ സ്വയം പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ എത്തണം എന്തായാലും. അപ്പോൾ ഈ പറഞ്ഞ പോലെ കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. അതിൻ്റെ ഒപ്പം ഇതാണ് ശരി, എനിക്കിതാണ് റൈറ്റ് ടൈം എന്ന് തോന്നുന്ന സമയത്ത് സംവിധാനം എന്ന കാര്യം ചെയ്യണമെന്നുണ്ട്. എനിക്ക് ജീവിതത്തെ ഒരു അത്ഭുതമായിട്ട് തന്നെ കാണുന്ന ആനന്ദേട്ടൻ, ആ അത്ഭുതമേ എന്ന് പറഞ്ഞ ആ ഒരു പാട്ട് രണ്ടുപേരും ഒന്ന്. അത്ഭുതമേ അത്ഭുതമേ തേടുന്നു നിന്നെ, ഒരു വട്ടം എങ്കിലും നീ മുന്നിൽ വന്നു നിന്നേ. ആരാരിരോ ആരാരിരോ ആരാണു നീ, എവിടാണു നീ,
പൊന്മകളെ പൊന്മകനെ എന്നുള്ളിൽ വാ, ഈ സുന്ദര ഭൂവിൽ പിറക്കാൻ നീ വാ, കുഞ്ഞത്ഭുതമേ വാ. ഇത് എത്ര കേട്ടാലും ഞാൻ ഇപ്പൊ കണ്ടിന്യൂസ്ലി ഈ പാട്ട് കേൾക്കാറുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു, കാരണം സിമ്പിൾ ലിറിക്സ് ആണെങ്കിലും മനസ്സിൽ ഭയങ്കരമായിട്ട് തട്ടണ ലിറിക്സ് പോലെ. അതുപോലെ തന്നെ ഈ ഒരു സോങ്ങിലേക്ക് വൈക്കം വിജയലക്ഷ്മിയുടെ ആ ഒരു വോയിസ് വേണം. അതെങ്ങനായിരുന്നു എഴുതിയപ്പോ തന്നെ ആനന്ദേട്ടൻ? അത് പാട്ട് കമ്പോസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്കിത് വളരെ ക്ലിയർ ആയിരുന്നു. ചേച്ചിയുടെ സൗണ്ട് തന്നെയാണ് അതിനകത്ത് കറക്റ്റ് ആവുക. കാരണം അതിന് ഭയങ്കര ഒരു സോൾഫുൾ സിംഗിങ് ആവശ്യമാണ്, പിന്നെ ഭയങ്കര റോനെസ് ആവശ്യമാണ്. ഒരു കാരണം അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു സന്ദർഭത്തെ നമ്മൾ അത്ര പെയിനല്ല, നമുക്ക് അതിനെ ഒരു തരത്തിൽ ഇൻസ്പയറിങ് ആയിരിക്കണം ആ പാട്ട്. നമുക്ക് ആ അത്ഭുതത്തിനെയാണ് പറയേണ്ടത്, അല്ലാതെ ഇവര് കഷ്ടപ്പെടുന്നതിനെ കുറിച്ചല്ല പറയുന്നത് നമ്മൾ പാട്ടില്. അതായത് നമ്മൾ തേടിക്കൊണ്ടേ നടക്കുകയാണ് ജീവിതത്തിലൊരു മിറാക്കിൾ നടക്കാൻ, ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ. ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് ദൂരം നമ്മൾ കിതച്ച് ഓടി ദാഹിച്ച് വലഞ്ഞ് നിൽക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടുന്ന, ആ ഒരു തുള്ളി വെള്ളം നാവിലിട്ട് വീഴുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതാണ് ആ അത്ഭുതം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരുറ്റ് വെള്ളത്തിന് വേണ്ടി നടക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഏതെങ്കിലും രീതിയിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കാര്യത്തെ തേടി തന്നെയാണ് നമ്മൾ ഏതുവരെ നടക്കുന്നത്. അപ്പോൾ ആ നടക്കുന്ന മൊമെന്റിനെയാണ് നമ്മൾ അത്ഭുതം എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് ഹോപ്പ് എന്നൊരു വാക്ക്. ഹോപ്പ് എന്നുള്ളൊരു ആ ഒരു വേർഡാണ് ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചത്. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ നോക്കുവാണെങ്കിലും മനുഷ്യരെ ആണെങ്കിലും ആ ഒരു വേർഡ് വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, എത്തിപ്പെടുമായിരിക്കും എന്നുള്ളൊരു ഹോപ്പ്. അപ്പം ആനന്ദേട്ടൻ ഹോപ്പ് എന്ന വേർഡിനെ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്? ഹോപ്പ് എന്നുള്ള വേർഡിനെ ജീവിച്ചിരിക്കാനുള്ള കാരണം, അതാണ് എൻ്റെ ഡെഫിനേഷൻ. അതെന്തും ആവാം. ഹോപ്പ് എന്നുള്ളത് എന്തിനെക്കുറിച്ച് വേണമെങ്കിൽ ആവാം, എന്ത് വേണമെങ്കിലാവാം. ചില പ്രായമേറെ ആയ ആളുകൾ ഒരുപക്ഷെ അവർ ജീവിച്ചിരിക്കുന്നുണ്ടാവുക ഗൾഫിൽ നിന്ന് വരുന്ന മകനെ ഒന്ന് കാണാനായിരിക്കാം, ആ കുറച്ച് നേരം അയാളുടെ ഒപ്പം ഇരിക്കാനായിരിക്കും. ഒരുപക്ഷെ അയാൾ വന്നുപോയി കുറച്ച് ദിവസത്തിന് ശേഷം അവർ മരിച്ചേക്കാം, അല്ലെങ്കിൽ തൻ്റെ മകനൊരു പേരക്കുഞ്ഞുണ്ടാവുമെന്ന് തന്നെ വേണമായിരിക്കാം. ഇത് പ്രായമായവരുടെ കാര്യം. ഞാൻ പ്രായമായവരുടെ കാര്യം പറയാൻ കാരണം അവർ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് പോലും ഇല്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പ്രായമായിട്ട് ഒന്നുമില്ല, മക്കളൊക്കെ സെറ്റിലായി, ഇനി എന്താണുള്ളത് മുന്നോട്ട്, പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നുമില്ല ചെയ്യാൻ. പക്ഷെ അപ്പോഴും ബാക്കി നിൽക്കുന്ന ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അതെന്ത് തന്നെ ആവട്ടെ, ചെറുപ്പമായിക്കോട്ടെ, ഒരാൾ മധ്യവയസ്കനായിക്കോട്ടെ, പ്രായമേറിയ ആളെ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ജീവിക്കാൻ നാളെ എന്ന ദിവസത്തിൽ എഴുന്നേറ്റ് ഇരിക്കാൻ, ഒന്ന് കടന്നുറങ്ങിയോടത്തുനിന്ന് എഴുന്നേറ്റിരിക്കാൻ ഒരു കാരണം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഹോപ്പ്. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്ന് തിരുത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആനന്ദേട്ടന് തോന്നുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതാണല്ലോ അതിൻ്റെ ഏറ്റവും രസമുള്ള ഭാഗം. നമുക്കപ്പോൾ തിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി വരുമ്പോൾ അത് തിരുത്തുക, അത്തരം അവസരങ്ങൾ ഇനി മുന്നോട്ട് വരുമ്പോൾ തിരുത്തുക. അതിൽ വ്യാകുലപ്പെടേണ്ടതായിട്ടുള്ള ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ജീവിച്ചോറിന് നടക്കാൻ തുടങ്ങിയിട്ടില്ല, ജനിച്ചോറിനെ നടക്കാൻ തുടങ്ങിയിട്ടില്ല, ജീവിച്ചല്ല, ജനിച്ചോറിനെ നടക്കാൻ തുടങ്ങിയിട്ടില്ല. ഇഴഞ്ഞ് പതുക്കെ കാലുകുത്തി വീണ് ഒക്കെയല്ലേ നടന്നു തുടങ്ങിയത്. അപ്പോൾ വീഴും, ഇടയ്ക്കൊക്കെ വീഴും, കുഴപ്പമില്ല, പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഹോപ്പ് പോലെ തന്നെയാണ് വിശേഷം മൂവിയിൽ മുന്നോട്ടെന്നൊരു പാട്ട് ചെയ്തതും. അപ്പോൾ ആ പാട്ട് ചെയ്തപ്പോഴും എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ഈ ഒരു പ്രതീക്ഷകൾ തന്നെ ആയിരുന്നോ മുൻ ജീവിതത്തിലെ? ചേട്ടൻ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ആയിരുന്നോ, അതോ എങ്ങനെയായിരുന്നു ആ ഒരു സോങ്ങിൻ്റെ? ആ സോങ് ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയെ കൂടി ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ സോങ് ഞാൻ കമ്പോസ് ചെയ്യുന്നൊരു സമയം. ആക്ച്വലി സിനിമ തുടങ്ങാറായി, എനിക്കത് ചെയ്യണം, പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഭയങ്കര മോശം ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് എന്നാൽ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ട്രാക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു എഴുതാൻ പറ്റുന്ന ആളെന്നുള്ള നിലയ്ക്ക്, ഒരു സംഗീതം ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ഇമോഷൻസിനെ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നൊരു അവസരം എൻ്റെ മുമ്പിലുണ്ട്. ആ അവസരത്തെ ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചൊരു പാട്ടായിരുന്നു ആക്ച്വലി മുന്നോട്ട് എന്നുള്ള പാട്ട്. ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കടന്നു വന്നതിൽ വെച്ച് ഏറ്റവും മോശം അവസ്ഥയിൽ
ഞാൻ ചെയ്ത പാട്ടാണത്. എഴുതിയ പാട്ടാണ്, ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണ്. അപ്പോൾ അത് അത് കേട്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ലൂപ്പിൽ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത്. അപ്പോൾ ഒരു ലൈഫിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യേണ്ട പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. അപ്പം എനിക്കത് കാണാൻ പറ്റും അവരെങ്ങനെയാണ് അതിനെ ചിന്തിക്കുന്നത് എന്നുള്ളത്. മുന്നോട്ട് എന്ന്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ആനന്ദേട്ടൻ്റെ ഫ്യൂച്ചർ, ഇനി വരാൻ പോകുന്ന വർക്ക് ഏതൊക്കെയാണ്, ഫ്യൂച്ചർ വർക്ക്സ് എന്തെങ്കിലും റൈറ്റിങ്ങിലാണോ? ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട് ഒരു സിനിമ. എനിക്ക് സൂരജേട്ടനായിട്ടും ഒരു സിനിമ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് എപ്പോഴാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ ഡിസ്കഷനിലാണ്. ഒരു കഥ ഇപ്പോൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എഴുത്തിലാണ് ഞാനുള്ളത്. അത് അധികം വൈകാതെ അനൗൺസ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഉടനെ തന്നെ ആനന്ദേട്ടൻ എന്ന ഡയറക്ടറെയും കൂടെ കാണാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എനിവേ വിശേഷം ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഒന്നുകൂടി ഞാൻ പറയുകയാണ്. എനിവേ താങ്ക് യു. ഇനിയും ആനന്ദേട്ടൻ്റെ പുതിയ പുതിയ സിനിമകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു.